ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബട്ടൂര എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവയൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളത്തോട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവ സോക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മാവൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മൈദാമാവും ഗോതമ്പ് മാവൂടെ മിക്സ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. 1 കപ്പ് മൈദാമാവും 1 കപ്പ് ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടൂരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു പാൽപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാൽപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അല്ലാതെ ഡ്രൈഡ് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഇതൊന്ന് വെള്ളത്തിൽ, കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം, കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേണം അതൊന്ന് പൊങ്ങി വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പിലും 1 ടേബിൾ സ്പൂൺ കുറവായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇതിൽ നേരത്തെ അര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തൈരൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം മതിയാവും. 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിയുള്ള മാവല്ല, ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് 1 മണിക്കൂർ അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് മാത്രം ഓയിൽ മതിയാവും. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ മാവിൻ്റെ മുകളിലും കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ ബട്ടൂര റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബോൾ റെഡിയാക്കി എടുത്താൽ മതി. ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് ഈ ഒരു ബട്ടൂര പ്രസ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയിട്ട് വേണമെങ്കിലും എടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് പൊടി യൂസ് ചെയ്യാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, കുറച്ച് കനത്തോട് കൂടിയിട്ട് തന്നെ പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഒരു സൈഡ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ കുടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടൂര റെഡിയാക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടൊന്നും പരത്തരുത്. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് പൊങ്ങി വന്ന് ഒരു 1 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് കളർ ചേഞ്ച് ആകുമ്പോൾ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ബാക്കിയുള്ള ബട്ടൂരയെല്ലാം ഇതുപോലെ അങ്ങ് റെഡിയാക്കിയെടുക്കാം. പ്രസ്സിലായതുകൊണ്ട് അപ്പോഴപ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ പരത്തി എടുക്കുകയാണെങ്കിൽ കുറച്ച് പരത്തി വെച്ചിട്ട്
എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഈസിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബട്ടൂരയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ്. പാൽപ്പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബട്ടൂര എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൂരയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്